ഭാരത് ലൈവിലേക്ക് സ്വാഗതം. അഫ്ഗാനിസ്ഥാൻ ഇന്ന് താലിബാൻ ഭരണത്തിന് കീഴിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അഫ്ഗാനിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലെത്തിയിരുന്നതെല്ലാം വലിയ വാർത്തയായിരുന്നു. അതായത് മൗലവി അമീർ ഖാൻ മുത്തവി എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രിയാണ് ഇന്ത്യയിലെത്തിയത്. ഇന്ത്യയുമായി വലിയ സൗഹൃദം അഫ്ഗാനിസ്ഥാൻ ഇന്ന് താല്പര്യപ്പെടുന്നുമുണ്ട്. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ്റെ ചരിത്രം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നീണ്ട കാലത്തെ അനിശ്ചിതത്വമാണ് അഫ്ഗാനിൽ ഈ പറയുന്ന വർത്തമാനകാലത്തിന് തൊട്ട് മുൻപ് തന്നെ ഉണ്ടായിരുന്നത് എന്ന് കാണാൻ കഴിയും. ഇന്ന് അഫ്ഗാനിസ്ഥാൻ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് നമുക്ക് ഉറ്റുനോക്കേണ്ടതാണ്. അതിലേക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് അവിടെ താലിബാൻ്റെ ഭരണമാണ്. താലിബാൻ്റെ ഭരണത്തെ നമ്മളെങ്ങനെയാണ് കാണുന്നത്? താലിബാൻ ഒരു അക്രമ സ്വഭാവമുള്ള ഒരു സംഘടനയായിരുന്നു. തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങളാണ് അവിടെ നടത്തിയിരുന്നത്. ഇപ്പോൾ ആ ഒരു നിലയിലല്ല അഫ്ഗാനിസ്ഥാൻ്റെ പോക്ക് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എങ്ങനെയാണ് അഫ്ഗാനിസ്ഥാൻ കുറച്ച് പുരോഗമനാത്മകമായിട്ട് ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം 12 വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരിക്കുന്ന നാടാണ്. മറ്റൊന്ന് എന്ന് പറയുന്നത് സ്ത്രീകൾ എഴുതിയ പുസ്തകങ്ങൾ, മനുഷ്യാവകാശത്തെ പറ്റിയുള്ള പുസ്തകങ്ങൾ, അതുപോലെ തന്നെ സർവകലാശാല വിദ്യാഭ്യാസമടക്കം സ്ത്രീകൾക്ക് നിഷേധിക്കപ്പെടുന്നു. സ്ത്രീകൾ എഴുതിയ പുസ്തകങ്ങളും മനുഷ്യാവകാശത്തെ പറ്റി പറയുന്ന പുസ്തകങ്ങളും എല്ലാം തന്നെ സർവകലാശാലയിൽ നിരോധിക്കുന്നു. പകരം ഇസ്ലാമിക മതത്തെ പറ്റിയുള്ള പുസ്തകങ്ങളൊക്കെയാണ് അവിടെ പഠിപ്പിക്കേണ്ടതെന്ന് പറയുന്നു. അപ്പോൾ ഒരു സ്ത്രീക്ക് പുരുഷൻ്റെ, ഏത് പുരുഷൻ, ഒന്നുകിൽ അച്ഛൻ, അല്ലെങ്കിൽ ഭർത്താവ്, അല്ലെങ്കിൽ സഹോദരൻ, ഇങ്ങനെ ഒരാളുടെ പിന്തുണയില്ലാതെ, അകമ്പടിയില്ലാതെ പുറത്തേക്ക് ഇറങ്ങാനോ സഞ്ചരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല. മരണക്കിടക്കയിൽ കിടന്നാൽ പോലും ഈ പറയുന്ന ബുർഖ ധരിക്കാതെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല. ഇങ്ങനെയൊക്കെയുള്ള നിരവധിയായിട്ടുള്ള കാടൻ നിയമങ്ങൾ ഇന്നും അഫ്ഗാനിസ്ഥാനിൽ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു രാജ്യവുമായിട്ട് ഇന്ത്യ എന്തിനാണ് ബന്ധം സ്ഥാപിക്കുന്നത് എന്നൊരു ചോദ്യം വരുന്നുണ്ട്. ഇവിടെ സ്ട്രാറ്റജിക്കായിട്ട്, നയതന്ത്രപരമായിട്ട് നിരവധി കാര്യങ്ങൾ എടുത്തു വയ്ക്കേണ്ടി വരും നമുക്ക്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശത്തെ പറ്റി പറയുമ്പോൾ, ആ പറയുന്ന രാജ്യത്തെ പ്രതിരോധിക്കാൻ, അതിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ, അതിൻ്റെ ഭീകരവാദ സ്വഭാവത്തെ അമർച്ച ചെയ്യാൻ നമുക്ക് ഈ പറയുന്ന ശത്രുവിൻ്റെ ശത്രു മിത്രമാണല്ലോ. അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാൻ്റെ സഹായം ഉറപ്പുവരുത്തേണ്ടതുണ്ട്, ഇല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള സഹകരണം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ അഫ്ഗാനിസ്ഥാനെ അംഗീകരിച്ചു എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ടും അംഗീകരിച്ചിട്ടില്ല. അഫ്ഗാൻ മിഷൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ അവിടുത്തെ നിലവിലുള്ള നയതന്ത്ര സ്ഥാപനത്തെ നമ്മൾ എംബസിയായി ഉയർത്താനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അഫ്ഗാൻ ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള അവരുടെ എംബസി അഫ്ഗാൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് കൊടുക്കുക എന്ന് പറയുന്ന കാര്യമാണ്. അങ്ങനെ ഇന്ത്യ ചെയ്യുമോ എന്നുള്ളതിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല. അത് അധികം വൈകാതെ തന്നെ ഇന്ത്യ എടുക്കുകയും ചെയ്യും. എന്തായാലും അഫ്ഗാൻ നിലവിൽ ഉള്ള താലിബാൻ ഭരണകൂടത്തുമായി സഹകരിച്ചു പോകാൻ, അവരുമായിട്ട് നയതന്ത്ര ബന്ധം പുലർത്താൻ, അവരുമായിട്ട് ഭാവിയിൽ വ്യാപാര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ, ഇല്ലെങ്കിൽ ഈ പറയുന്ന പ്രതിരോധ കാര്യങ്ങളിൽ സഹകരിക്കാനൊക്കെ ഇന്ത്യ ഒരു പക്ഷേ തീരുമാനമെടുത്തേക്കും. നിലവിൽ അഫ്ഗാനിസ്ഥാൻ്റെ മന്ത്രിയായിട്ടുള്ള അമീർ ഖാൻ മുത്തവി ഇവിടെ വന്ന് പറഞ്ഞ കാര്യം, ആദ്യം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പാകിസ്ഥാനുള്ള താക്കീതാണ്. എന്തുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാന് പാകിസ്ഥാനോട് ഇത്ര വലിയ ശത്രുത? ആ ചരിത്രം നമുക്കൊന്ന് പരിശോധിച്ചാൽ മാത്രമേ ഈ വിരോധത്തിൻ്റെ അടിസ്ഥാനം മനസ്സിലാവുകയുള്ളൂ. അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് സംസ്കാരവുമായി ബന്ധപ്പെട്ട നീണ്ട ചരിത്രം, ആയിരക്കണക്കിന് വർഷങ്ങളുടെ, നമുക്ക് ഇന്ത്യയുടെ ചരിത്രവും സംസ്കാരവും ഒക്കെ നമ്മൾ പറയുമ്പോൾ 10,000-ലേറെ വർഷം, ഏതാണ്ട് 20,000-ലേറെ വർഷം പഴക്കമുള്ള ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ നമ്മളുടെ പല പ്രദേശങ്ങളിൽ നിന്ന് നമുക്ക് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ആയിരക്കണക്കിന് വർഷങ്ങളുടെ ഈ പഴക്കം ഇന്ത്യൻ സംസ്കാരത്തിനുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ പുരാതനമായ മതമാണ് ഇന്ത്യയിലുള്ളത്, ആ സംസ്കാരമാണ് ഇന്ത്യയിലുള്ളത് നമുക്കറിയാം. ആ സംസ്കാരവുമായി അഫ്ഗാനിസ്ഥാന് ബന്ധമുണ്ട്. നമുക്കറിയാം, മൗര്യ സാമ്രാജ്യവുമായിട്ടും ഗുപ്ത സാമ്രാജ്യവുമായിട്ടും അശോകൻ്റെ കാലഘട്ടവുമായിട്ടും എല്ലാം നീണ്ട ബന്ധം, ബൗദ്ധകാലവും അതിന് മുൻപുള്ള കാലങ്ങളിലെല്ലാം തന്നെ ബന്ധം. നമ്മൾ പറയുന്നിരിക്കുന്ന ഗാന്ധാരം എന്ന് പറയുന്ന അഫ്ഗാനിലാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്രയേറെ വലിയ സംസ്കാരം അഫ്ഗാനിസ്ഥാൻ്റെ മണ്ണിലുണ്ടായിട്ടുണ്ട്. അത് ഇറാൻ്റെയും പേർഷ്യയുടെയും ഒക്കെ സംസ്കാരവുമായിട്ട് പിന്നീട് ബന്ധപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, ബാമിയാൻ പ്രതിമകൾ എന്ന് പറയുന്ന ബുദ്ധ സംസ്കാരത്തിൻ്റെ വലിയ അവശേഷിപ്പുകൾ ഉണ്ടായിരുന്ന പ്രദേശമാണ് അഫ്ഗാനിസ്ഥാൻ. പിന്നീട് തകർക്കപ്പെട്ടു എന്നുള്ളത്, ബാമിയാൻ പ്രതിമകളെല്ലാം തകർക്കപ്പെട്ടു എന്നുള്ളതാണ്. എന്തായാലും അഫ്ഗാൻ അങ്ങനെ നിരന്തരമായിട്ടുള്ള സംസ്കാര പരിണാമങ്ങളിലൂടെ കടന്നു വന്ന ഒരു രാജ്യമാണ്. 1746 വരെ വിവിധ സംസ്കാരങ്ങൾ, വിവിധ സാമ്രാജ്യങ്ങൾ, അതിൻ്റെ എല്ലാം ഭാഗമായി അഫ്ഗാൻ മാറിയിട്ടുണ്ട്. എന്നാൽ അഹമ്മദ് ഷാ അബ്ദാലി എന്ന് വിളിക്കപ്പെടുന്ന പേരുള്ള ദുരാനി എന്ന രാജാവ് 1746
മുതൽ അഫ്ഗാനിസ്ഥാൻ്റെ ഭരണം കൈയാളുകയാണ് ചെയ്തത്. ഈ ദുരാനിയെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം പാനിപ്പത്ത് യുദ്ധങ്ങളിലെല്ലാം തന്നെ ഇന്ത്യയുമായിട്ട്, ഇല്ലെങ്കിൽ ഇന്ത്യയിലെ അന്നത്തെ ഭരണകൂടങ്ങളുമായിട്ട്, ഈ മറാത്ത സാമ്രാജ്യവുമായിട്ടും സിഖ് രജപുത്ര രാജവംശങ്ങളുമായിട്ടും എല്ലാം ഏറ്റുമുട്ടിയ ആളാണ് ദുരാനി. ദുരാനിയുടെ ഇൻവേഷൻ, അതായത് ഈ പറയുന്ന കടന്നാക്രമണം ഇന്ത്യയിലേക്ക് നിരവധി തവണ ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ ദുരാനിയെ പ്രതിരോധിച്ചിരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. പിന്നീട് ബ്രിട്ടീഷുകാരുടെ കടന്നുവരവോടുകൂടി 1919 ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലേക്ക് പോവുകയാണ്. ആ 19 വരെ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലേക്ക് പോവുകയാണ് അഫ്ഗാനിസ്ഥാൻ ചെയ്തത്. 1919 നിന്ന് 33 വരെ സഹീർ ഷാ എന്ന് പറയുന്ന രാജാവാണ് ഭരിക്കുന്നത്. 1919 മുതൽ 1933 വരെ ബ്രിട്ടീഷുകാർ ഭരിക്കുന്നു. അതിനുശേഷം 1973 വരെയാണ് സഹീർ ഷാ എന്ന് പറയുന്ന രാജാവ് ഭരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഒരു ദീർഘകാലം, നൂറ്റാണ്ടുകൾ നീണ്ട സ്വസ്ഥമായ ഒരു ഭരണത്തിൻ്റെ കാലഘട്ടമൊന്നും അഫ്ഗാനിസ്ഥാനിലില്ല. എന്തായാലും സഹീർ ഷാ രാജാവ് ഭരിച്ചു. അദ്ദേഹം ചികിത്സാർത്ഥമായി വിദേശത്തേക്ക് 1973 പോകുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന മുഹമ്മദ് ദാവൂദ് ഖാൻ എന്ന് പറയുന്ന ആൾ അധികാരം പിടിച്ചെടുക്കുന്നു. ഇങ്ങനെ അധികാരം പിടിച്ചെടുത്ത് അധിക കാലമൊന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല. 1978 ആയപ്പോഴത്തേക്കും ദാവൂദിനെ അട്ടിമറിച്ചുകൊണ്ട് സോവിയറ്റ് യൂണിയൻ്റെ സ്വാധീന ഫലമായി കമ്മ്യൂണിസ്റ്റുകൾ അഫ്ഗാനിസ്ഥാൻ്റെ ഭരണം പിടിച്ചെടുക്കുകയാണ്. അങ്ങനെ ഭരണം പിടിച്ചെടുക്കുന്നു. ഈ പറയുന്ന മുഹമ്മദ് ദാവൂദ് ഖാനെ സ്ഥാനഭ്രഷ്ടനാക്കുന്നു. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിലേക്ക് അഫ്ഗാൻ പോകുന്നു. അധികം വൈകിയില്ല, 10 വർഷം നീണ്ട മുജാഹിദുകളുടെ പ്രക്ഷോഭം ആരംഭിക്കുന്നു. ആരാണ് പിന്നിൽ? അവിടെയാണ് അഫ്ഗാനിസ്ഥാന് എന്തുകൊണ്ട് പാകിസ്ഥാനോട് പക എന്നുള്ളത് അറിയേണ്ടിയിരിക്കുന്നത്. അവിടെ ഈ പറയുന്ന ഇസ്ലാമിൻ ഡേഞ്ചർ എന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അമേരിക്കയും പാകിസ്ഥാനുമാണ് രംഗത്ത് വരുന്നത്. അമേരിക്ക പണം കൊടുക്കുന്നു, പാകിസ്ഥാൻ ആ പണം ഉപയോഗിച്ചുകൊണ്ട് താലിബാൻ എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കി അഫ്ഗാനിസ്ഥാനിലേക്ക് അയക്കുന്നു. അവിടെ പ്രശ്നങ്ങളുണ്ടാകുന്നു. നിരന്തരം കമ്മ്യൂണിസ്റ്റുകളുമായി യുദ്ധം ചെയ്യുന്നു. അവർ അധികാരം പിടിച്ചെടുക്കുന്നു. 1978 തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് സർക്കാർ 1979 അവിടുന്ന് പിന്മാറുകയാണ് ചെയ്യുന്നത്. അവിടുന്ന് 79 ഈ പറയുന്ന USSR അഫ്ഗാനിസ്ഥാൻ്റെ ഭരണം പൂർണ്ണമായിട്ടും പിടിച്ചെടുക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റുകളിൽ നിന്ന്. പക്ഷേ 79 നിന്ന് 89 ആകുമ്പോഴത്തേക്കും ഈ പറയുന്ന മുജാഹിദുകളുടെ പോരാട്ടത്തിൻ്റെ ഫലമായിട്ട് 89 സോവിയറ്റ് യൂണിയനിൽ നിന്ന് പിന്മാറുന്നു. അധികം വൈകിയില്ല, പിന്നെ ഡിസഇൻറ്റഗ്രേഷൻ ഓഫ് USSR ആണ്. സോവിയറ്റ് യൂണിയൻ തകർന്നു പോകുന്നു 91. 1978 മുതൽ 89 വരെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകൾ ഭരിക്കുന്നു. അതിനുശേഷം ഈ പറയുന്ന മുജാഹിദുകളാണ് ഭരണം പിടിച്ചെടുക്കുന്നത്. മുജാഹിദുകളുടെ ഭരണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും താലിബാനാണ് ഭരിക്കുന്നത്. 1989 മുതൽ പിൻവാങ്ങിയ USSRന് പകരം വന്ന ഈ പറയുന്ന മുജാഹിദുകൾ അധികാരം പിടിച്ചെടുത്തതോടുകൂടി തന്നെ മതഭരണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ മുജാഹിദുകളുടെ ഭരണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ്റെ റെഗുലർ ആർമിയുടെ സോൾജേഴ്സ് ഉണ്ട്. അവരാണ് ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനിലെ താലിബാനായിട്ട് മാറുന്നത്. പാകിസ്ഥാനിൽ നിന്ന് പോയി അഫ്ഗാനിസ്ഥാനിൽ ഈ താലിബാൻ എന്ന് പറയുന്ന പ്രസ്ഥാനം തുടങ്ങുന്നത്. അങ്ങനെ ഈ പറയുന്ന 2001 വരെ ഈ പറയുന്ന താലിബാൻ്റെ ഭരണമാണ്, അല്ലെങ്കിൽ അൽ-ഖ്വയ്ദയുടെ പിന്തുണയോടുകൂടിയുള്ള ഭരണമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ 2001 വരെയുള്ള കാലഘട്ടം സമാധാനപരമായിരുന്നു അഫ്ഗാനിസ്ഥാനിലെന്ന് ചോദിച്ചാൽ ഒരിക്കലും സമാധാനപരമല്ല. നിരന്തരമായ ഏറ്റുമുട്ടലുകൾ, തമ്മിലടികൾ, അതിനോടൊപ്പം തന്നെ തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ പുതിയ സംഘടനകളുടെ ആവിർഭാവം, ഇതെല്ലാം കൂടിക്കൊണ്ട് ആകെ കലുഷിതമായ ഒരു സാഹചര്യത്തിലേക്ക് അഫ്ഗാനിസ്ഥാൻ പോകുന്നു. എന്നിട്ടോ 2001 ആയപ്പോഴത്തേക്കും 26/11 അറ്റാക്ക് നടക്കുന്നു. അതായത് വേൾഡ് ട്രേഡ് സെൻറ്റർ അറ്റാക്ക്, പെൻറ്റഗൺ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് വിമാനങ്ങൾ ഇടിച്ചിറക്കിയുള്ള ആക്രമണം നടക്കുന്നു. ആ ആക്രമണത്തോടു കൂടി അമേരിക്ക ഈ പറയുന്ന താലിബാനെ ഉന്മൂലനം ചെയ്യാനായിട്ട്, അൽ-ഖ്വയ്ദയെ ഇല്ലാതാക്കാനായിട്ട് അഫ്ഗാനിസ്ഥാനിലേക്ക് എത്തുന്നു. നമുക്ക് പിന്നെയുള്ള കഥയെല്ലാം കേട്ടിട്ടുള്ളതാണല്ലോ. ഏതാണ്ട് കഴിഞ്ഞ 4 വർഷത്തിന് മുൻപ് വരെ 2022 വരെയും അമേരിക്കൻ ഭരണമാണ് പിന്നെ അവിടെ നടന്നത് എന്നുള്ളതാണ്. അഫ്ഗാനിസ്ഥാനിലെ ജനതയുടെ കാര്യമൊന്ന് ആലോചിച്ച് നോക്കൂ. ഓരോ കാലഘട്ടത്തിലും നല്ല ഒരു ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ നല്ല ഭരണം വരും എന്ന് വിശ്വസിച്ചിരുന്ന സാധാരണക്കാരായ മനുഷ്യർ, ഈ പറയുന്ന അഹമ്മദ് ഷാ അബ്ദാലി മുതൽ ഈ പറയുന്ന ഇപ്പോൾ താലിബാൻ വരെയുള്ള ഭരണമാറ്റങ്ങൾ ഉണ്ടായപ്പോഴും അവർ വിചാരിച്ചു നല്ല ഭരണം വരുമെന്ന്. പക്ഷെ വന്നില്ല. നിലവിൽ ഏതാണ്ട് 4.5 കോടിയോളം വരുന്ന ജനസംഖ്യയാണ് അഫ്ഗാനിസ്ഥാനിലുള്ളത്. ശരാശരി ആയുസ് 44 വയസ്സാണ് എന്ന് കൂടി ഓർക്കണം. കാരണം രോഗം കൊണ്ടോ ദുരിതം കൊണ്ടോ ഒന്നുമല്ല, ഈ പറയുന്ന ആക്രമണങ്ങൾ, ഭീകരവാദം, നിരന്തരമായ യുദ്ധം, ഇതെല്ലാം കൊണ്ടാണ് മനുഷ്യായുസ് അവിടെ കുറയുന്നത്. അപ്പോൾ അങ്ങനെ 44 വയസ്സ് മാത്രം ശരാശരി ആയുസ്സുള്ള ഒരു ജനത, അവർ ഈ പറയുന്ന താലിബാൻ എന്ന് പറയുന്ന ഭരണകൂടത്തിന് കീഴിൽ, ഭരണകൂടം ശരിയാണോ തെറ്റാണോ എന്നൊക്കെയുള്ള വിലയിരുത്തൽ വരട്ടെ, പക്ഷേ അതൊരു ജനാധിപത്യം അല്ല എങ്കിൽ പോലും ഒരു ഭരണകൂട സംവിധാനത്തിൻ്റെ രൂപത്തിലേക്ക് അത് മാറിയിട്ടുണ്ട്.
സൗദി അറേബ്യ മുൻപ് ഒരുപാട് കർക്കശമായ നിയമങ്ങളുണ്ടായിരുന്നു. പിന്നീട് അവർ ലിബറലായി ഇപ്പോൾ വളരെ മോഡേണൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് സൗദി അറേബ്യ എന്ന് പറയുന്നത്. ദുബായ്, UAE എന്ന് പറയുന്ന രാജ്യം ലോകത്തിൻ്റെ വമ്പൻ സിറ്റികളിലൊന്നായിട്ട് ദുബായ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വലിയ രീതിയിലുള്ള പുരോഗതിയിലേക്ക് അത് മുന്നേറുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ എന്തുകൊണ്ടാണ് പാകിസ്ഥാനെതിരെ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ കൃത്യമായ സന്ദേശമുണ്ട്. പാകിസ്ഥാൻ്റെ ഭീകരപ്രവർത്തനങ്ങൾ ഞങ്ങളുടെ മണ്ണിൽ നടത്താൻ കഴിയില്ല എന്ന്. ഇത് അസിം മുനീറിന് കൂടിയുള്ള നവാസ് ഷരീഫിന് കൂടിയുള്ള ഒരു മുന്നറിയിപ്പാണ്, താക്കീതാണ്. കൃത്യമായിട്ടുള്ള ഷഹബാസ് ഷരീഫിനുള്ള താക്കീതാണ്, ഈ പറയുന്ന അസിം മുനീറിലുള്ള താക്കീതാണ്. കൃത്യമായിട്ടുള്ള അടി ഞങ്ങൾ തരും, ഇനി ഞങ്ങളോട് കളിക്കാൻ വരരുത് എന്നുള്ള അഫ്ഗാനിസ്ഥാൻ്റെ താലിബാൻ്റെ മുന്നറിയിപ്പാണ് പാകിസ്ഥാന് ഇന്ത്യയിൽ നിന്നുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ താലിബാൻ വിദേശകാര്യമന്ത്രി കൊടുത്തിരിക്കുന്നത്. അധികം വൈകാതെ ഈ ഭീകരപ്രവർത്തനം അവസാനിച്ചില്ലെങ്കിൽ പാകിസ്ഥാൻ്റെ പല തലകളും ഉരുളുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി താലിബാൻ നൽകുന്നു.